മുഹറം 10 പൊന്നുമോന്റെ വഫാത്ത് നേരത്തെ അറിഞ്ഞിട്ട് തന്നെയാ ഇത് അള്ളാഹുവിന്റെ മാസമാ, ഇത് ബറക്കത്തുള്ള മാസമാ, ഇത് ആദരണീയ മാസമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പത്നിയല്ലേ അള്ളാഹുവിന്റെ ഹബീബ് മഹദി അവരുടെ വീട്ടിൽ കഴിയുന്ന ഒരു പകലിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ദാത യൗമിൻ ഫീ ബൈതി, എൻ്റെ വീട്ടിൽ വന്ന് റസൂലുള്ളാഹി ഇരിക്കാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഉമ്മു സലമ ലാ യദ്ഖുൽ അലയ്യ അഹദുൻ, ആര് വന്നാലും എൻ്റെ അടുക്കലേക്ക് വിടല്ലേ, എൻ്റെ ഏകാന്തതയിലേക്ക് ആരെയും പറഞ്ഞേക്കല്ലേ. ഞാൻ കുറെ നേരം പ്രതീക്ഷിച്ചിരുന്നു, ആരും വന്നതേയില്ല. ഒരു നിമിഷം എൻ്റെ ശ്രദ്ധ തെറ്റിയപ്പോൾ ഹുസൈൻ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന പൊന്നുമോൻ, ചെറിയ കുട്ടി മുറ്റത്ത് ഓടി കളിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏകാന്തതയിലേക്ക് ആ റൂമിലേക്ക് കടന്നു ചെന്നു. ഹുസൈൻ വന്ന ശേഷം അള്ളാഹുവിന്റെ ഹബീബ് തേങ്ങലടിച്ച് കരയുന്ന ശബ്ദം ഞാൻ കേട്ടു, ആ വിതുമ്പൽ ഞാൻ കേട്ടു, ആ ഗദ്ഗതത്തിന്റെ അലയടികൾ ഞാൻ കേട്ടു. അള്ളാഹുവേ, റസൂലുള്ള കരയാണോ? ഞാൻ വാതിലിന്റെ വിടവിലൂടെ നോക്കിയപ്പോൾ ഹബീബായ നബി തങ്ങൾ കരയാ. ആ മുഖത്തെ വാടല് മാറിയിട്ടില്ല, ആ മുഖം വിവർണമായി തന്നെ നിൽക്കാ. ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, വല്ലാഹി മാ അലിംതുഹു ഹീന ദഖല യാ റസൂലല്ലാഹ്, നബിയെ പൊന്നുമോൻ വന്നത് ഞാൻ അറിഞ്ഞില്ല നബിയെ, കുഞ്ഞ് വന്ന് കയറിയത് ഞാൻ അറിഞ്ഞില്ല നബിയെ, എന്തിനാണ് അങ്ങ് കരഞ്ഞത് നബിയെ? പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കാ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ജിബ്രീല കാന ഫീൽ ബൈതി. ഉമ്മു സലമ, നമ്മുടെ വീട്ടിൽ ജിബ്രീൽ വന്നിരുന്നു. ഉമ്മു സലമ, ജിബ്രീൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തുഹിബ്ബുഹു, ഹുസൈനിനെ അങ്ങേക്ക് ഇഷ്ടമാണോ നബിയേ? പ്രിയപ്പെട്ട പേരക്കുട്ടിയോട് എത്ര ഇഷ്ടമുണ്ട് നബിയെ? അള്ളാഹുവിന്റെ ഹബീബ് ചിരിച്ചുപോയി ആ ചോദ്യത്തിൽ. മഹാനായ ഹുസൈൻ വന്നുകൊണ്ട് കുസൃതി കുസുമത്തിന്റെ എല്ലാ വികൃതികളും കാണിക്കുകയാ. ലോകത്തിന്റെ ചക്രവർത്തി തിരുമനസ് മലർന്നു കിടക്കുമ്പോൾ ഉദരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രിയപ്പെട്ട വല്ലുപ്പയുടെ മൂക്കിൽ പിടിച്ചു കുലുക്ക, ഇടതൂർന്ന താടിരോമത്തിൽ പിടിച്ചു വലിക്ക. പൊന്നുമോന വയറിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മുല്ലമുട്ട് വിരിഞ്ഞ പോലെയുള്ള ചെറിയ പല്ലുകൾ ചിരിച്ചു കാണിക്ക. അപ്പോഴാ ജിബ്രീൽ ചോദിക്കായി, മോനെ ഇഷ്ടമാണോ നബിയെ? എനിക്ക് ഇഷ്ടമാണോ എന്നോ? ജിബ്രീൽ മാ ഫിദ് ദുനിയാ ഫനഅം, ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ മോനെയാ, എനിക്ക് ഇഷ്ടം ജിബ്രീൽ. പെട്ടെന്ന് മഹാനായ ജിബ്രീൽ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഇന്ന ഉമ്മത്തക സതഖതുലു ഹാദാ ബിഅർളിൻ യുഖാലു ലഹാ കർബലാ. നബിയെ, ഈ പൊന്നുമോൻ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ടവർ കർബല എന്ന് പറയുന്ന ഭൂമികയിൽ വെച്ച് നിർദാക്ഷിണ്യം കൊന്നുകളയും നബിയെ എന്ന് പറഞ്ഞിട്ട് മഹാനായ ജിബ്രീൽ ഫതനാവല ജിബ്രീൽ മിൻ തുർബത്തിഹാ, അന്ന് ഹുസൈൻ കർബലയിൽ മരിച്ചു വീഴുന്നോടത്തെ ആ മണ്ണെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മണ്ണിലായിരിക്കും ഹുസൈനിന്റെ രക്തം പുരളാ നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് വിറക്കുന്ന കയ്യോട് ആ മണ്ണ് വാങ്ങി. എന്നിട്ടോ ഉമ്മു സലമയോട് പറയാ, ഇതൊന്നും അറിയാതെ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന പൊന്നുമോന്റെ മുഖം ഞാൻ കാണുമ്പോൾ ഈ മണ്ണിലേക്ക് ഞാനൊന്ന് നോക്കിപ്പോയി. ഈ മണ്ണിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എന്റെ മകന്റെ മുഖം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. സങ്കടം സഹിക്കാവതല്ല, ഞാൻ കരഞ്ഞു പോയതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മക്കളെ പഠിപ്പിച്ചു കർബലയിലാ വഫാത്താവാ എന്ന്, പേരമക്കളെ പഠിപ്പിച്ചു കർബലയിലാ വഫാത്താവാ എന്ന്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കണ്ണുനീര് തുടച്ചു. സുദീർഘമായ ഹദീസ് അവസാനിപ്പിക്കട്ടെ. ഇമാം തുബ്രാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ ഇപ്പോഴും വെളുത്ത കടലാസിൽ കറുത്ത മഷിയിൽ ഈ ഹദീസ് കാണാം. മഹാനായ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഈ കഥകൾ കേട്ടെറിഞ്ഞു. അവസാനം കർബലയിലെത്തി, മരണത്തെ മണക്കുകയാ. ഇവിടെ വഫാത്താകും യസീദിന്റെ കിങ്കരന്മാർ കൊല ചെയ്യുമെന്നുറപ്പ. മരണത്തെ മണത്തെറിഞ്ഞ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് ചോദിച്ചു, ഈ ഭൂമികയുടെ പേരെന്താ? എല്ലാരും പറഞ്ഞു, ഇതാണ് കർബല, ഇതാണ് കർബല. പറഞ്ഞു, സദഖ റസൂലുള്ളാഹി, അള്ളാന്റെ ഹബീബ് അന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ഈ ഭൂമിയെ കുറിച്ച് അന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, കെർബും ബലാ. കെർബ് എടങ്ങേറ്, ബലാ പരീക്ഷണം, ഈ രണ്ട് വാക്ക് സമന്വയിച്ച രൂപമാണ് കെർബല.
റസൂൽ അന്ന് പറഞ്ഞു ഈ ഭൂമികയെ കുറിച്ച്, ഇത് നേരത്തെ അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞു, ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, അള്ളാഹുവിന്റെ മാസ, ആദരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ.